ഡ്യൂട്ടി കഴിച്ച റൂമിലേക്ക് പോകുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, സന്തോഷം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ച അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. ഇന്നും അതുപോലൊരാളെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായി നമ്മൾ ഈ കണ്ടവരിൽ ആരും പറഞ്ഞിട്ടില്ല ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ചാണ് ഞാൻ ഈ മതം സ്വീകരിക്കുന്നത്. കാരണം ഈ മതത്തെക്കുറിച്ച് അറിയാനോ ഇതിനെക്കുറിച്ച് പഠിക്കാനോ ശ്രമിച്ചാൽ ഈ മതത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ ആദ്യം വിമർശിക്കുകയും പിന്നീട് ഈ മതത്തിൻ്റെ ഏറ്റവും മലീമസമായ അനാചാരങ്ങളെ വരെ വെള്ളപൂശാനും കഴിയണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാകണം. ഒരിക്കൽ ഛർദ്ദിച്ചത് പിന്നെ എടുത്ത് തിന്നാത്തവരായിരിക്കണം. ഇപ്പോ ഇതെന്താണ് എന്ന് നന്നായി പഠിച്ച് തന്നെ ഇത് ഉപേക്ഷിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ മതത്തിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും എനിക്കറിയാം. ആര് ചോദിച്ചാലും ഞാൻ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാനും കഴിയും. എന്തെങ്കിലും കണ്ടിട്ട് ആരെയെങ്കിലും കണ്ടിട്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളല്ല ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ആ മതത്തിലേക്ക് തിരിച്ചു പോകുകയുമില്ല. മനസാക്ഷിയെ വഞ്ചിക്കുന്ന ഒരു പരിപാടിക്കും നിൽക്കില്ല. ഇപ്പോ 22 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞ് ഒരു ഇത്ത, ലക്ഷ്മി എന്നായിരുന്നു അവരുടെ ആദ്യത്തെ പേര്, ഇപ്പൊ അവരെന്തോ ഫാത്തിമയെന്നോ മറ്റോ പേര് സ്വീകരിച്ചിട്ടുണ്ട്, അറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും അവർക്ക് പറയാനുണ്ട് യുവതലമുറയോട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ ചില കാര്യകാരണങ്ങൾ കേൾക്കാം. ഫാത്തിമ ചെറുകോട് താമസിക്കുന്ന കോഴിക്കോട്ടുകാരിയാണ് ഞാൻ. അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തിമ ചെറുകോട് താമസിക്കുന്ന കോഴിക്കോട്ടുകാരിയാണ് ഞാൻ. 22 വർഷമായി ഇസ്ലാമിലേക്ക് വന്നിട്ട്. പഴയ പേര് ലക്ഷ്മി പാർവതി എന്നാണ്. ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് കള്ളൂടിയനായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരാള് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണം ഈ മതത്തെക്കുറിച്ച് പഠിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. അവരുടെ മതത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന ഇന്ന വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് ഞാൻ വന്ന മതത്തിൽ ഇന്ന ഇന്ന വസ്തുതകളായിരുന്നു, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതാണ് നല്ലതെന്ന് തോന്നി ഒക്കെ പറയാൻ കഴിയണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം. എനിക്ക് 3 മക്കളുണ്ട്. അവർ എന്നെ നോക്കൂലായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച പോലും നന്നായിട്ട് നിന്നിട്ടില്ല. പിന്നെ കുട്ടിക്കാലത്തെ ഈ കല്ലും മണ്ണും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇവർക്ക് ഈച്ച വന്നിരുന്നാലും കൂടി ആട്ടാൻ കഴിയാത്തല്ലേ, എന്തിനാ അതിനെ പൂജിക്കുന്നതെന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറയാം. എനിക്ക് നല്ല അടി കിട്ടിക്കണം, കണ്ണിൽ മുളക് ഇതുവരെ ചെയ്തു. അതൊക്കെയും ധാരണം ചെയ്ത് ഞാൻ അൽഹംദുലില്ലാഹ് അവിടെ എത്തി. ഭർത്താവാണ് ഏറ്റവും കാരണക്കാരൻ. ഇന്നും ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനായിട്ട് ഞാൻ ബന്ധം പിരിഞ്ഞിട്ട് 28 വർഷമായി. എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ് എനിക്കതറിയാം. പക്ഷേ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഹരിജൻസുകളാണ് മുറ്റടിക്കാനും പശുവിന് ചാണകം വാരാനും വരിക. അപ്പോൾ മുറ്റ ചാണകം മെഴുകി വെക്കും. അവർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും, ഒരു കുഴി കുത്തിയിട്ട് അതിൽ ഭക്ഷണം കൊടുക്കും. അപ്പോഴേ ഞാൻ എതിർക്കും. ഞാൻ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, മുറിച്ച് വയ്ക്കുക എല്ലാവർക്കും. അന്ന് എനിക്ക് 5 വയസ്സാണ്. എല്ലാവരും മുറിച്ച് വയ്ക്കുക, ചോര ചോപ്പല്ലേ, അത്രയേ പറയാനറിയുള്ളൂ. ചോര ചോപ്പല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല അറിയാം. എന്നിട്ട് അവർ ഇടുന്ന ഡ്രസ്സ് കണ്ടാൽ ആരും ഭക്ഷണം കഴിക്കില്ല. പക്ഷെ ആ മടിയിൽ വെച്ചിട്ട് എനിക്ക് മിഠായി കൊണ്ടുതരും, നാരങ്ങ മിഠായി. വീട്ടിൽ കണ്ടാൽ അടി കിട്ടും. അപ്പം എന്നോട് പറയും, അമ്പ്രാട്ടിയമ്മ അമ്പ്രാൻ കണ്ടാൽ കൊല്ലുട്ടോ അറിയും. കൊല്ലുന്ന് പറയുന്നതാണ്. അങ്ങനെയാണല്ലോ അന്നത്തെ ആൾക്കാർ സംസാരിക്കുക. അപ്പം ഞാൻ എന്തേലും കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ വയലിടും. കണ്ടാൽ നല്ല അടി കിട്ടും. അപ്പം അറിയാണ്ടത്തി അത് പിന്നെ കൊടുക്കരുത് കേട്ടോ. പെണ്ണിന് തൊടാൻ പാടില്ല, തൊട്ടായത്താണ്. പക്ഷെ തൊട്ടാൽ എവിടെ അയത്തോ ഒരു അയത്തോ ഇല്ല. മനുഷ്യരൊക്കെ ഒന്നാണ്. അള്ളാഹ് സൃഷ്ടിച്ചത് ആണും പെണ്ണും എന്നുള്ള 2 ജാതി മാത്രമാണ്. പ്രയാസങ്ങൾ പലതും വളരെ ശരിയാട്ടോ. അള്ളാഹു സൃഷ്ടിച്ചത് ആണിനെയും പെണ്ണിനെയും മാത്രമാണ്, അത് വസ്തുതയാണ്. ഈ ട്രാൻസിനെ കുറിച്ചിട്ടൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിനും അറിയുമായിരുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂലിനും അറിയുമായിരുന്നില്ല. കുറ്റപ്പെടുത്തണ്ട, പോട്ടെ. പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിന് എന്നോട് അതിലേക്ക് പോവരുത്, പിന്നെ അങ്ങനെ ചെയ്യരുത്, നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും,
എല്ലാം ചെയ്യാൻ ഞാൻ പറയും പിശാചാണ്, പിശാചേ ഉള്ളു മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല. എത്രയോ ആൾക്കാർ കാലിനെ ഞാൻ പിച്ചിക്കണം സുജൂദ് പോകുമ്പോൾ. 22 വർഷം ഇസ്ലാമിലേക്ക് വന്നിട്ട് ഹജ്ജ് ചെയ്ത് ഉമ്മറ ചെയ്ത് കല്യാണം കഴിഞ്ഞ് എനിക്ക് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എൻ്റെ വീട്ടിൽ പോകരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവരറിയാതെ പോകണമെന്നായിരുന്നു നിർബന്ധം. പക്ഷേ എൻ്റെ ഭർത്താവിനോട് ആരോ പറഞ്ഞ് അവൾ ഗൾഫ് പോകുന്നുണ്ടെന്ന്. എന്നിട്ട് അവരെ പെങ്ങളെ വീട്ടിൽ നിന്നാണ് ഞാൻ പോകുന്നത്. മൂപ്പര് മാത്രം അറിയില്ല എന്നുള്ളായിരുന്നു. പെങ്ങളെ വീട്ടിൽ നിന്ന് കുഞ്ഞു മക്കളാണ് 3 ആളും. മൂത്ത മോളെ 14 വയസ്സിൽ കെട്ടിച്ച് വിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് എന്നെ കെട്ടിച്ചിട്ട്. പിന്നെ 2 പിള്ളേർ ചെറിയ പിള്ളേരാണ്. അവരെ പെങ്ങളെടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ പോയത്, മൂപ്പരെ പെങ്ങളെടുത്ത്. ആ സമയത്ത് മൂപ്പരോട് ആരോ പറഞ്ഞിങ്ങനെ എന്നെ വാവേന്ന് വിളിക്കും. വാവ എളുപ്പം പോകുകയാണല്ലോ എന്ന്. നല്ല മദ്യപിച്ചിട്ടാണ് വന്നത്. ആ പെങ്ങളെ വീട്ടിൻ്റെ വേക്കൽ കറുത്ത ചളിവെള്ളമുണ്ട് ബാത്റൂമിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഒലിച്ച് വരുന്നത്. ആ വെള്ളത്തിൽ എന്നെ അടിച്ച് വീത്തിയിട്ട് അപ്പം അയൽവാസികളൊക്കെ കൂടിയിട്ട് പറയും, ഇനി അവളെ തൊട്ട നിൻ്റെ മേലെ ഞങ്ങൾ കയ്യേക്കും. ഇതുവരെ നിന്നെ ഒന്നും ചെയ്യാത്ത ആ കുട്ടീൻ്റെ സ്വഭാവം കൊണ്ടാണ്. അവൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് നിന്നെ തൊടാത്തത്. ഉള്ള സത്യം ഞാൻ പറയുന്നത്, ഞാൻ കള്ളം പറയുന്നില്ല. അപ്പോൾ ഇനി അവളെ തൊടരുത്. ഇന്ന് ഞാൻ വീണ്ടും വീട്ടിലേക്ക് കയറി കുളിച്ച് ഡ്രസ്സ് മാറ്റി, നാത്തൂൻ്റെ ഡ്രസ്സ് മാറ്റി സാരി എടുത്തിട്ടാണ് പോകുന്നത്. പോയി അടുത്തുള്ളവരാണ് എന്നെ ട്രാവൽസ് കൊണ്ടുപോയി തന്നത്. ഞങ്ങൾ 20 ആൾ ഒരു ബാച്ചിന് പോയി ആസ്പത്രിയിൽ ജോലി ചെയ്യുന്നു. പോയി അവിടുന്ന് ഞാൻ പച്ചമുളകും കഞ്ഞിയും ഞാൻ കുടിച്ചിരുന്നു. തൈരും കഞ്ഞിയും ഒക്കെ വസീമിനെ അറിയാം. തൈരും കഞ്ഞിയും കുടിച്ചിട്ട് ആ നിലക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. മുറുക്കി പിടിച്ചിട്ടാണ് മക്കളെ 3 ആളെയും കല്യാണം കഴിച്ചയച്ച് അവരെ ഡെലിവറി കഴിച്ച് നാട്ടിലൊരു 4 സെൻറ്റ് ഒരു സ്ഥലവും വീട് വാങ്ങി ചെറിയ മോക്ക് കൊടുത്ത്. ഇവിടെ ഈ സ്ഥലവും വീടും വാങ്ങി നാട്ടുകാരുടെ സഹായമുണ്ട്. അങ്ങനെ ഈ വീട് വെച്ചത്. ഇത് ഞാൻ പള്ളി കമ്മിറ്റിക്ക് എഴുതിയും വെച്ചിട്ടുണ്ട്. കാലശേഷം പള്ളി കമ്മിറ്റിക്ക് ഇത് ഞാൻ ആർക്കും കൊടുക്കൂല. ഇവിടുന്ന് പോയിട്ട് എനിക്കൊരു കൂലി വേണം. ഞാൻ അതൊക്കെ വായിച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ആര് ഒരു ഉറുപ്പ്യ സഹായിക്കണവർക്കുള്ള കയറും വർക്കത്താവ്യം വാരി കോരി കൊടുക്കുക. ഏതു നേരം ഞാൻ 3 മണിക്ക് എണീക്കും. പുലർച്ചയ്ക്ക് 2:30-3 മണിക്ക് എണീറ്റാൽ 11 റക്കാത്ത് ഞാൻ നിസ്കരിക്കും. 3 ഫിത്തറും 8 തഹജ്ജുദും. അത് കഴിഞ്ഞിൻ്റെ ഒത്തൊക്കെ കഴിയുമ്പോഴേക്ക് സുബഹി നിസ്കാരം വരും. അപ്പം സുബഹി നിസ്കരിച്ച് പോയി കിടക്കും. 8-9 മണി വരെ കിടക്കും. ഖുർആൻ വായിച്ചു ഫസ്റ്റിൽ തന്നെ ഞാൻ ആംഗ്യം കാട്ടി നിസ്കരിച്ചു. പിന്നെ ഞാൻ മലയാളത്തിൽ വായിക്കാൻ തുടങ്ങി. പിന്നെ തർജ്ജമയിൽ കൂടെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഖുർആൻ വായിച്ചു. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, ഇത് നല്ലൊരു കാര്യമാണ്. ഖുർആൻ എന്ന് പറയുന്നത് സത്യമുള്ളൊരു സാധനമാണ്. പക്ഷേ നബി പറയുന്നതൊന്നും വെറുതെ അല്ല, ഒക്കെ നല്ലതാണ്. നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. കാരണം ഖുർആൻ വായിക്കാൻ തുടങ്ങി എനിക്ക് കുറേ എൻ്റെ മനസ്സിനെ പല ടെൻഷനുണ്ടായ എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. എല്ലാം കൊണ്ടും എന്താലോചിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലുള്ളൂ. തീർന്നിട്ടില്ല കേട്ടോ. അവരുടെ ഈ വർത്തമാനത്തിൽ അവർ പറയുന്നത് സത്യമായിരിക്കാം. സത്യമായാലും അതല്ലെങ്കിലും നമുക്കതിനെക്കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഭർത്താവിൻ്റെ ക്രൂരതകളും പീഡനങ്ങളും അതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മളതൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയാണത്. കാരണം ആണല്ലേ, ഭർത്താവല്ലേ, ഒന്ന് അടിച്ചു, നിനക്ക് എന്താ ഒന്ന് കൊണ്ടാല്, പുരുഷനാകുമ്പോൾ ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും, ഇങ്ങനെ പറഞ്ഞ് പുരുഷന്റെ ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ ഒന്നും പറയാനില്ല. അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടാകാം, ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, ഇവരെ വേസ്റ്റ് വെള്ളത്തിലേക്ക് അടിച്ചിട്ടു, നാട്ടുകാരിടപെട്ടു, ഒക്കെ ശരി തന്നെയാണ്. അപ്പോഴും ഇവർ ഇസ്ലാം മതത്തിലേക്ക് പോകാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇവരെ ഗൾഫിലേക്ക് പോയി, ഇവർക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, കൊണ്ടുപോയ ആള് ഇവരെ സഹായിച്ചു. പിന്നീട് ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് കൊണ്ടുപോയവർക്കൊരു ബാധ്യതയുണ്ടല്ലോ. ഇസ്ലാമിനെ കുറിച്ച് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യതയില്ലേ? ആ ബാധ്യത കൃത്യമായിട്ട് അവർ നിറവേറ്റി.
അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സാമ്പത്തിക സഹായങ്ങൾ കിട്ടി. സ്വാഭാവികമാണ്. ഏതൊരു മതത്തിലേക്കും ഒരാൾ വരുമ്പോൾ ആ മതവിശ്വാസികൾ അവരെ സഹായിക്കും. ഖദീജ സ്വാഗതം. അവരെ സഹായിക്കും. അവർക്ക് ഇഷ്ടംപോലെ സഹായങ്ങൾ കിട്ടി. വീടായി, മക്കളെയൊക്കെ കെട്ടിച്ചു, മക്കളുടെ പ്രസവങ്ങളൊക്കെ എടുത്തു. ഒക്കെ അവരുടെ എഫേർട്ടാണ്. അപ്പൊ അവർ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം അവരുടെ ഭർത്താവാണ്. ഭർത്താവിന്റെ മദ്യപാനവും ഉപദ്രവവുമാണ്. കുടുംബത്തിന്റെ പരിതസ്ഥിതി ഒരു പറഞ്ഞില്ല കേട്ടോ. കാരണം അവരെ കെട്ടിച്ചു വിട്ടു. 22 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു എന്നാ പറഞ്ഞേ. 28 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഡിവോഴ്സിയായി എന്നാ പറഞ്ഞേ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവരെ കെട്ടിച്ചു, ഡിവോഴ്സിയായി. ഇവരുടെ വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. കുഴികുത്തി താണ ജാതിയിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവര് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരുന്നിരിക്കും. നമുക്കതിലേക്ക് കടക്കണ്ട. ഇവര് ഗൾഫിൽ പോയപ്പോൾ ഇവരോട് പലർക്കും ഇവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായി. അങ്ങനെ ഇവരെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു, ഖുർആൻ വായിക്കുന്നു. ചില ആളുകൾക്ക് ആറ്റുകാൽ പോയി നിൽക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. ചില ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ സമാധാനം കിട്ടും. ചിലർക്ക് ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ സമാധാനം കിട്ടും. ചിലർക്ക് വേണ്ടപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, ചിലർക്ക് വായിക്കുമ്പോൾ, ചിലർക്ക് എഴുതുമ്പോൾ, ചിലർക്ക് ഒറ്റയ്ക്ക് കുറേ നേരം ഇരുട്ടത്തിരിക്കുമ്പോൾ, ചില ആളുകൾക്ക് കിടന്നുറങ്ങിയാൽ, ചിലർക്ക് പൈസ കിട്ടിയാൽ, അതുപോലെ ഓരോരുത്തർക്കും സന്തോഷവും സമാധാനവും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഇവർക്ക് ഖുർആൻ വായിച്ചപ്പോൾ ആദ്യം പരിഭാഷ വായിച്ചു, ആംഗ്യം കാണിച്ച് നമസ്കരിച്ചു. ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും സമാധാനം കിട്ടുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടാകും. ഇവര് മലയാളത്തിൽ വായിച്ച് നമസ്കരിച്ചു എന്ന് പറയുന്നു, ആംഗ്യം കാണിച്ച് നമസ്കരിച്ചു എന്ന് പറയുന്നു. പടച്ചോൻ അറബിയല്ലേ അറിയൂ. ഈ പടച്ചോന്റെ അറബി ഭാഷ വെച്ചിട്ട് ഇവര് മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഇവര് മലയാളത്തിൽ പറയുന്ന ഖുർആൻ വാക്യങ്ങൾ എങ്ങനെ പടച്ചോനും മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? ബ്രിട്ടീഷുകാരൻ ഏത് ഭാഷയിൽ സംസാരിക്കും? ജൂതൻ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് പടച്ചവൻ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ അറബിയാണ് പടച്ചവൻ ഏറ്റവും കൂടുതൽ സ്വായത്തമായ ഭാഷ. ഇവരെ രാത്രിയൊക്കെ ദീർഘമായി നമസ്കരിക്കാറുണ്ട്. ഓക്കെ, അവര് നമസ്കരിച്ചോട്ടെ, അതിനൊന്നും വിഷയമില്ല. അപ്പൊ ഖുർആൻ വായിച്ചപ്പോൾ ഇവർക്ക് സമാധാനം കിട്ടി. നമുക്ക് അറിയേണ്ടത് അതല്ല. നിങ്ങൾ ഖുർആനിൽ കണ്ടെത്തിയ സത്യം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ഹൈന്ദവ ചിന്തകൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന എന്തോ ഒന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതെന്താണ് എന്ന് കേൾക്കാനാണ് നമ്മൾ ഈ വിഷയങ്ങൾ ലൈവ് ഇടുന്നത്. അടുത്തത് നിസ്കാരം നൽകുന്ന സമാധാനം. അതിനെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കാൻ പോകുന്നത്. ടൈറ്റിൽ എഴുതി കാണിക്കത്തേ ഉള്ളൂ. സന്തോഷം പറഞ്ഞാൽ തീരാത്ത സമാധാനം, സന്തോഷമാണ്. ആ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് ഭയങ്കര റാത്താണ്. വെച്ചാൽ നമ്മൾ ചെയ്യണ ഈ ഭാഗത്ത് പോലെ ആകണം. വെറുതെ തലത്തി പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല, ചെയ്യും പോലെ ആയിരിക്കണം. പക്ഷെ എനിക്ക് എല്ലാം അറിയുന്ന ഞാൻ പറയുന്നില്ല. എനിക്ക് അറിയുന്ന മാതിരി എല്ലാം ഞാൻ ഈ ഭാഗത്ത് ചെയ്യും. പിന്നെ ഫോണിലൂടെ അങ്ങനെ ഓരോന്ന് വരല്ല, നമുക്ക് ഖുർആൻ ക്ലാസ്സും അതും ഇതൊക്കെ നാട്ടിൽ നിന്നും എനിക്ക് വിട്ടുതരും. അതൊക്കെ ഞാൻ കേട്ട് പഠിക്കും. അതെനിക്ക് സന്തോഷമാണ്, എന്താ ചാരങ്ങ അങ്ങനെ വിട്ടു തരുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ അധികം ഒരു സന്തോഷമാണ്. ഇവര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരെ സഹായിക്കാനും ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്ത ആളുകൾ ഉണ്ടാകും. സിഡികൾ വേണോ, പുസ്തകങ്ങൾ വേണോ, ഖുർആൻ ക്ലാസ്സുകൾ വേണോ, വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകണം, ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതൊക്കെ സർവ്വസാധാരണമാണ്. അത് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുകയും ചെയ്തേക്കാം. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇസ്ലാമിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരണം. വന്നിട്ട് ഇസ്ലാമായി ജീവിക്കണം. അള്ളാഹിനോട് നമുക്ക് അവസാനമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ജന്നത്തുൽ ഫിർദൗസിൽ സ്ഥാനം അള്ളാഹു തരട്ടെ. അവിടുന്ന് ഒരുമിച്ച് കൂട്ട് കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പോൾ എല്ലാവർക്കും ഇസ്ലാം മതം സ്വീകരിച്ച് സന്തോഷമായി ജീവിക്കാൻ സാധിക്കണമെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൽ ഞാൻ അവരെ വിമർശിക്കുന്നൊന്നുമില്ല. കാരണം അവർ മനസ്സിലാക്കിയത് അതാണ് ശരിയെന്നാണ്. അവരതിലേക്ക് വന്നു. നമുക്കറിയേണ്ടത് അതല്ല. അവർ ഇതുവരെ ഉണ്ടായിരുന്നത് ഹൈന്ദവ മതവിശ്വാസത്തിലാണ്. അതിനകത്ത് എന്താണ് തെറ്റ്? ഇപ്പൊ അവര് പറയുന്നു ജാതി വിവേചനം ഇസ്ലാമിലുമുണ്ട്. ഏതെങ്കിലും ബാർബറുടെ കല്യാണത്തിന് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഫാത്തിമ ഇവര് പോയിട്ടുണ്ടാകുമോ? ഒസാൻമാരുടെ കല്യാണത്തിന് ഇവര് പോയിട്ടുണ്ടാകുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ പറയാൻ മാത്രമാണ് രസകരം. ഇനി ഇവര് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്, ഇസ്ലാമിലെ ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഞാൻ ആകൃഷ്ടയായി, ഇന്ന ഇന്ന വിഷയങ്ങളോടായിരുന്നു എനിക്ക് താല്പര്യമുണ്ടായിരുന്നത്, അതിലെനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ മതത്തിൽ ഇന്ന ഇന്നതായിരുന്നു വിശ്വാസം എന്നവർ പറയണം. നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അവർ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം ആ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് കൊണ്ടാണെന്നോ ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും അടുത്തറിഞ്ഞത് കൊണ്ടാണെന്നോ പറയില്ല. ഇനി മറ്റൊരാളുടെ അനുഭവമാണ്. അവർ യഥാർത്ഥ സത്യദൈവത്തെ തേടി അലഞ്ഞു. ആര്യ എന്നാണ് അവരുടെ പേര്. ഒടുവിൽ അവർ സത്യദൈവത്തെ കണ്ടെത്തുന്നുണ്ട്. നമുക്ക് കണ്ടെത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവർക്കും ട്രൂ ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ സത്യവിശ്വാസമായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമായ ഇസ്ലാം സ്വീകരിച്ച ആലിയ എന്ന എൻ്റെ സുഹൃത്തുമായിട്ടാണ് ഇന്നത്തെ ചർച്ച. ആലിയത്ത, ഇതൊരു ചർച്ചയാണ്. അപ്പോൾ നിങ്ങൾ 8 വർഷം മുമ്പാണ് ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അതിനുണ്ടായൊരു കാരണം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെക്സ്റ്റൈൽസിൽ, എറണാകുളത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അള്ളാഹു ആരാന്നോ, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയിട്ടാണ് ജനിച്ചിരുന്നത്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അള്ളാഹു ആരാന്നോ ഇസ്ലാം എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെയുള്ള ആളുകളുടെയൊക്കെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങളെന്ന് പറഞ്ഞാലും തീവ്രവാദികളാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ ഇടയ്ക്ക് വരാറുള്ള ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തെ വാപ്പിച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വാപ്പിച്ചി മുഖാന്തരമാണ് ഇസ്ലാം എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. അതായത് അദ്ദേഹം എനിക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുത്തു തരാറുണ്ട്. എല്ലാവർക്കും ഓരോരോ മീഡിയാസ് ഉണ്ട്, അത് നിങ്ങൾ കേട്ടോ. അത് ഇതുവരെയുള്ള എല്ലാ ആളുകൾക്കും ഓരോ മീഡിയേറ്റർ ഉണ്ടായിരുന്നു. അവരാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരിലൂടെയാണ് ഇവർ എന്താണ് ഇസ്ലാം എന്നറിയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതല്ലാതെ ഇസ്ലാം എന്താണ് എന്ന് പെട്ടെന്ന് ഇവർ മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ ഇവരുടെ മതത്തിൽ ഇന്ന ഇന്ന കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചെന്നോ അല്ല പറയുന്നത്. മറിച്ച് ഇവർ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം ഒരു വ്യക്തിയാണ്. ഇസ്ലാം എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്, അതായത് അദ്ദേഹം എനിക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുത്തു തരാറുണ്ട്. അള്ളാഹു ആരാണെന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. പിന്നെ മഹ്ശറിനെ കുറിച്ചും മരിച്ചു പോകുമ്പോഴുള്ള കാര്യങ്ങളും നമ്മൾ ദുനിയാവിൽ ചെയ്തു പോകുന്ന തെറ്റുകളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും വാപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, ശരിക്കും പറഞ്ഞാൽ ജീവിതചര്യ തന്നെ കണ്ടിട്ടാണ് ഇസ്ലാമിനോട് ഒരു ആകർഷണം തോന്നിയത്. പിന്നെ ഞാൻ കുറേ ബുക്കുകളൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങി, യൂട്യൂബിലെ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ള മതത്തിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തമായ എന്തോ ഇതിലുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പിന്നെ ക്ലാസ്സുകളും മറ്റുള്ള ആളുകളുടെ സഹായത്തോടൊക്കെ കൂടെ പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഏപ്രിൽ 28-ാം തീയതി കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി ആലിയ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ആലിയത്ത് ഇവിടെ പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങളും അതിൻ്റെ പ്രചോദനമൊക്കെ. അപ്പോൾ ഈ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് എന്തായാലും ഒരുപാട് എതിർപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുണ്ടാവും. എപ്പോഴും കാര്യങ്ങളല്ല പറഞ്ഞത്,
ഇസ്ലാം എന്തോ മറ്റു മതങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് തോന്നി. മാർക്ക് ചെയ്തോ? അപ്പോൾ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് അതിൻ്റെ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്നൊക്കെ വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേഷനിലെ കേസും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എന്താ പറയുക, അതെല്ലാം തരണം ചെയ്ത് പിന്നെ മുന്നോട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത മതത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ആഗ്രഹം കൊണ്ടും ഇതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് മുന്നിലേക്ക് തരണം ചെയ്ത് വരികയായിരുന്നു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ആ സമയത്താണ് വീട്ടിൽ നിന്ന് കേസ് കൊടുക്കുകയുണ്ടായി, മിസ്സിങ് അറിഞ്ഞാണ്ട്. അങ്ങനെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് എറണാകുളം സ്റ്റേഷനിൽ ചെല്ലാനം കണ്ണമാലി സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു പിന്നെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനവിടെ എത്തുമ്പോൾ എൻ്റെ കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും വിളിച്ചു, നീ ഇങ്ങനെ പോകരുത്, നമ്മളതിലേക്ക് തന്നെ വരണം, കാരണം അവരൊക്കെ തീവ്രവാദികളാണ്, അവർക്ക് ഒരുപാട് കല്യാണം കഴിക്കും, നീ അതിലൊന്നും പെട്ടു പോകരുത്, അവർ ചതിക്കുകയാണ്, നമ്മളിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും വീഴാതെ പിന്നെ അടിയുറച്ച് നിന്നു. അതിൻ്റെ ഇടയിലാണ് കുറേ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്നെ ആര്യ സമാജത്തിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് അവിടെയുള്ള പ്രമുഖ നേതാക്കൾ പറഞ്ഞത്, നീ തിരിച്ച് വീട്ടിലേക്ക് വരണം, നിന്റെ അച്ഛന് അമ്പലത്തിലെ സെക്രട്ടറിയാണ്, അപ്പോൾ അവർക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കണം, നീ ഇങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർക്ക് നടക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, ഞാൻ വരാം, വന്നിട്ട് ഞാനതൊക്കെ ഒഴിവാക്കി വരാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് ദൈവത്തിനെ വിശ്വസിക്കണം, ഏത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ചോദിക്കണ്ടായി. അന്ന് എന്നോട് പറഞ്ഞത് 33 കോടി ദൈവങ്ങളുണ്ട്, നിനക്ക് ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ ഒരു ദൈവങ്ങളും എന്നെ ആരാധിക്കുവാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയുന്ന പോലെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്തോ, എന്നാൽ കണ്ണിന് കാഴ്ച നൽകുന്നതാരോ അതാണ് പരബ്രഹ്മം എന്നാണ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന പോലെ അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് അവിടെ. അതിൽ പിന്നെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ രൂക്ഷമായി. പിന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഞാൻ തിരിച്ച് എൻ്റെ വാസസ്ഥലമായ സ്ഥലത്തേക്ക് പോയത്. അൽഹംദുലില്ലാ ഇപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇതിനൊക്കെ തരണം ചെയ്തു. പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ശരിക്കും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ നടക്കില്ലല്ലോ. അപ്പം അള്ളാഹ് എല്ലാം അറിയുന്ന പടച്ചോൻ പരീക്ഷിക്കും ചുമ്മാ. എന്തിനാണെന്നറിയാമോ? അൽ ഹയാത്ത വൽ മൗത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഖലഖൽ മൗത, നിങ്ങൾക്കിടയിൽ ഞാൻ മരണം സൃഷ്ടിച്ചിട്ടുണ്ട്. വൽ ഹയാത്ത, ജീവിതവും സൃഷ്ടിച്ചിട്ടുണ്ട്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവൻ എന്നറിയാൻ. എന്നാ പിന്നെ അദൃശ്യജ്ഞാനി എന്നുള്ള തള്ളൊന്ന് കുറച്ചുകൂടെ. പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നമ്മൾ അടിയുറച്ച് ഇസ്ലാമിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ള അത് അള്ളാഹ് നോക്കുന്നുണ്ട്. അപ്പൊ അതെ, നമ്മൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയില്ല. അത് അറിയുന്നതിന് വേണ്ടി അള്ളാഹു ഒന്ന് പരീക്ഷിക്കും. തന്നെ ഞാനതിൽ ആ പരീക്ഷണത്തിലൊക്കെ ഞാൻ ക്ഷമ കൊണ്ടും പിന്നെ എന്താ പറയുക, ടെൻഷൻ വരുമ്പോൾ ഖുർആൻ വായിച്ചും ഒക്കെ അതിനെ അതിജീവിച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ആലിയത്തോപ്പം പറഞ്ഞല്ലോ, നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഖുർആനാണ് പ്രചോദനമായത്, ഖുർആൻ എടുത്ത് വായിക്കാറുണ്ടെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഖുർആൻ വായിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ആദ്യമായിട്ട് ഖുർആൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് അറിഞ്ഞിട്ട് എൻ്റെ ഹോസ്റ്റലിലുണ്ടായ ഒരു സുഹൃത്ത് ഖുർആൻ എൻ്റെ കയ്യിൽ തന്നതാണ്. അത് വായിച്ചിട്ട് ഖുർആൻ വായിച്ചിട്ട് ഞാൻ പഠിക്കുന്ന ആശയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഖുർആനെ വായിക്കാൻ തുടങ്ങി. മലയാള പരിഭാഷയായിരുന്നു. അത് വായിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല. പിന്നെ മറ്റുള്ള അനുഭൂതി പ്രത്യേകമായിരുന്നു. അറബിയാണല്ലോ, ഇവർക്കും അറബി അറിയില്ല. മതങ്ങളിലെ വെച്ച് വ്യത്യസ്തമായി എന്തോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഏകദൈവ വിശ്വാസം എന്തോ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞാൻ ഖുറാനിൽ നിന്നാണ് പഠിക്കുന്നത്. അള്ളാഹു അതിൽ പറയുന്നുണ്ടല്ലോ, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്നുള്ളത്.
ഖുറാനെ വായിച്ചു അല്ല, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്നല്ല, ഞാനാണ് നിങ്ങളുടെ അള്ളാഹു എന്ന്. കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്ക് ഖുറാൻ എന്നെ കൊണ്ടെത്തിച്ചു എന്ന് തന്നെ പറയാം. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അത് നല്ലത്. ബഹുദൈവ വിശ്വാസത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലേ? അപ്പൊ ഈ അള്ളാഹു എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരുപാട് ഗോത്ര ദൈവങ്ങളിൽ ദേവന്മാരിൽ ഒരാളായിരുന്നു പടച്ചോൻ എന്ന സത്യം നിങ്ങൾക്ക് അറിയാമോ? ഇനിയെങ്കിലും അച്ഛനോടോ അമ്മനോടുള്ള ബന്ധം ശക്തിപ്പെടുകയാണോ ചെയ്തത് അതോ കുറഞ്ഞു വരികയാണോ ചെയ്തത്? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് അമ്മയില്ല. എൻ്റെ അമ്മ ചെറിയ പ്രായമായിരുന്നപ്പോൾ തന്നെ അച്ഛനുമായിട്ട് ഡിവോഴ്സായി പോകുന്നതാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയും അച്ഛനൊക്കെ കൂടെയാണ് നോക്കി വളർത്തിക്കൊണ്ടിരുന്നത്. അച്ഛൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അവർ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെ അച്ഛൻ ശ്രദ്ധിക്കാറില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവായി പോകണം എന്നുള്ള രീതിയിലായിരുന്നു അച്ഛൻ. അത്രത്തോളം ഉപദ്രവങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും ഒക്കെ വല്ലാതെ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മാതാപിതാക്കളോട് അവരെന്നെ എത്ര തന്നെ ഉപദ്രവിച്ചാലും അവരെ ഞാൻ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മതത്തിലെ മാതാപിതാക്കളെ കുറിച്ചിട്ട് എന്തോ പറയുന്നത്? മാതാപിതാക്കളോട് കടമയൊന്നും പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ മതത്തില് എന്താണ് പറയുന്നത്? അപ്പോഴല്ലേ ഇസ്ലാമിൽ മാത്രമാണ് മാതാപിതാക്കളോട് കരുണ ചെയ്യണം, നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഞാനത് അംഗീകരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയും. അച്ഛനൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് വേഗം എന്നെ വിളിക്കും. ഞാൻ അച്ഛനെ അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുക. അച്ഛന് പ്രയാസമുള്ള സമയത്ത് അച്ഛനെ സമാധാനിപ്പിക്കുക. ഇപ്പോൾ നല്ല നിലയിൽ തന്നെയാണ്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് എൻ്റെ അച്ഛനും എൻ്റെ കുടുംബവും എന്നിലേക്ക് കൂടുതൽ അടുക്കാനുണ്ടായത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ ഞാൻ വേണം. എല്ലാ രീതിയിലും വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും. ഇപ്പോൾ ഇതൊക്കെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം സംഭവിച്ചതാണോ? ഇസ്ലാമിൽ മാത്രമുള്ള അത് ഇവരോട് സഹതാപമാണ് തോന്നുക. കാരണം ഇവർക്ക് ഇവരുടെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഇവർ ചേക്കേറിയ മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഇവരാരോ എന്തോ എവിടെയോ പറഞ്ഞു, അതിവര് കേട്ടു. അത് കേട്ടിട്ട് അതാണ് മതമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ മതത്തിൽ നിൽക്കുന്നത്, വിശ്വസിക്കുന്നത്, ഈ മതം ഫോളോ ചെയ്യുന്നത് എന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ ഇവർക്കറിയാമോ? അതുമില്ല. സ്വീകരിച്ചതിന് ശേഷം നിസ്കാരത്തെ പറ്റി അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ്. ഈ നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ മാറ്റം എന്തൊക്കെയാണ്? നമസ്കാരം ആദ്യം നിസ്കരിക്കുന്ന സമയത്ത് ശരിക്കും എന്താണോ അതിൽ ഓതേണ്ടതെന്നോ ചൊല്ലേണ്ടതെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ശരിക്കും ആംഗ്യം കാണിച്ചായിരുന്നു ആദ്യം നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പതുക്കെയാണ് അത് നിസ്കാരത്തിലെ ഓരോ ഇതിലും എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമസ്കരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സമാധാനമാണ്. അള്ളാഹുലേക്ക് കൂടുതലായിട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്ന, അള്ളാഹ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. എന്തുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനും പറയാനും ഒക്കെ നമസ്കാരമാണ് കൂടുതലായിട്ട് ഞാൻ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതൊരു നമസ്കാരമാണെങ്കിലും അത് ദീർഘിപ്പിച്ച്. മോളെ, മുഹമ്മദ് നബിക്ക് മുമ്പ് നമസ്കാരം ഉണ്ടായിരുന്നോ എന്ന് വല്ലതും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു പഠിക്കണേ. അതായത് മുഹമ്മദ് നബിക്കാണ് ജിബ്രീൽ ബുറാക്കിൽ കയറി കൊണ്ടുപോയിട്ട് ഏഴാൻ ആകാശത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ നമസ്കാരം കൊടുക്കുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള പ്രവാചകന്മാർ എങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നതെന്ന് ചോദിക്കണം. അവർക്കാർക്കും സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അവരുടെ ഒന്നും വിശ്വാസം ശരിയായതായിരുന്നില്ലേ? മുഹമ്മദ് നബി 23 വർഷം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് മുഹമ്മദ് നബിക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണല്ലോ പ്രവാചകത്വം കിട്ടുന്നത്. 23 വർഷം. ആ 40 വർഷം വരെ പ്രവാചകൻ കാഫിറായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഒന്ന് ചോദിക്കണേ, ആരുടെ സംശയം കൊണ്ടാ. അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് നമസ്കരിക്കുക, അതിലൊരു സമാധാനമാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം പടച്ചവനറിയില്ലേ? ഇനി പടച്ചവനോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് അറിയുന്നവനല്ലേ പടച്ചവൻ. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ പടച്ചവനെ എങ്ങനെ അദൃശ്യജ്ഞാനിയെന്നും സർവശക്തനെന്നും ഒക്കെ പറയാൻ കഴിയുന്നത്? 2 വർഷം മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആലിയത്തായിട്ടാണ് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലിയത്ത, പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാനാണെങ്കിൽ കൂടി എല്ലാവരും ഇസ്ലാമിലേക്ക് അങ്ങോട്ട് വരിക, എന്നാ പിന്നെ എളുപ്പമാവുമല്ലോ. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക. ഖുറാനെ കുറിച്ചും ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതും അത് പഠിച്ചിട്ട് മതം വിട്ട ആൾക്കാരാണല്ലോ താത്ത ഞങ്ങളൊക്കെ. എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചോ, ഖുർആനെ കുറിച്ച് പഠിച്ചു,
അതിനകത്ത് കാമ്പുള്ളതൊന്നുമില്ല എന്ന് തോന്നി. ഇങ്ങനെ ഒരു പടച്ചവൻ പറയുമോ എന്ന് തോന്നിയിട്ട് മതം ഉപേക്ഷിച്ചതാണ്. ഞങ്ങളിനി എന്ത് വായിച്ചിട്ടാ താത്ത ഇസ്ലാമിലേക്ക് വരിക? ഹദീസുകളും നിങ്ങൾ വിമർശിക്കാനാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് പഠിക്കുക. അപ്പൊ അല്ല, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വിമർശിച്ചുകൊണ്ടിരിക്കുവാണേ, അതുകൊണ്ടാ ചോദിച്ചത്. അതിൽ നിന്നും സത്യം കണ്ടെത്താൻ കഴിയുന്നതാണ്. ആ കണ്ടെത്തിയ സത്യത്തിന്റെ കൂടെയാണ് താത്ത ഇപ്പൊ പോകുന്നത്. ഇസ്ലാം ഒരിക്കലും ഭീകരവാദമോ അല്ലെങ്കിൽ തീവ്രവാദമോ ഒന്നുമല്ല. അത് ഞങ്ങള് പറഞ്ഞിട്ടില്ലല്ലോ. മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലല്ലോ, അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആൻ വാചകങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും അത് പഠിക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു പഠിച്ചവരൊക്കെ മതം വിടുവാണല്ലോ താത്ത. സത്യവിശ്വാസി മറ്റൊരു വിശ്വാസിയെയോ അല്ലെങ്കിൽ അവിശ്വാസിയോ ആയിക്കോട്ടെ അവരെ ഉപദ്രവിക്കാൻ നോക്കുകയില്ല. പിന്നെ അല്ല, അവരെ ഉപദ്രവിക്കാനൊന്നും നോക്കുന്നില്ല. എണ്ണമറ്റ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയതൊക്കെ അവര് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കാനും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ സേവിക്കാനും വേണ്ടിയാണല്ലോ. ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. എണ്ണമറ്റ തീവ്രവാദ സംഘടനകളുണ്ട്. അവരൊക്കെ ജനങ്ങൾക്ക് എന്ത് നന്മകളാ ചെയ്യുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളോട്, സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുമായി കൂടുതൽ അടുക്കുകയും നിങ്ങളെ ഈമാനെ എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം ബൂമറാങ് പോലെ നമ്മൾ പിന്നോട്ടടിക്കുക. പടച്ചോന്റെ കാരുണ്യം കണ്ടിട്ടേ വർദ്ധിപ്പിക്കുവാനും ഇസ്ലാമിൽ അടിയുറച്ച് മരണം വരെയും ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുവാനും നിങ്ങൾ ഉറച്ചു നിൽക്കണോ കാലിടറി നിൽക്കണോ എന്നുള്ളത് പടച്ചോനല്ലേ തീരുമാനിക്കുന്നത്. പടച്ചോൻ തീരുമാനിക്കുന്നത് പോലെ നമുക്ക് നിൽക്കാൻ പറ്റും. എനിക്കുകയും ദുആ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമുക്ക് സൽക്കർമ്മം തരാൻ വേണ്ടിട്ട് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പടച്ചോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്തിനാ? കാരണം 4-ാം മാസത്തില് നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്തിനേറെ എന്ത് അന്നം കഴിക്കണമെന്ന് വരെ വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന പടച്ചോൻ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ വിധിയെ മാറ്റിയാൽ പടച്ചോനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാവൂലേ? അപ്പൊ മനസ്സിലായില്ലേ? ഏത് ഇസ്ലാം സ്വീകരിച്ച ആളോട് ചോദിച്ചാലും ശരി, അവർ ഇതുപോലെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഖുർആനിൽ ഇന്ന വസ്തുതകൾ ഞാൻ പഠിച്ചു. ആ വസ്തുതകൾ ഹൈന്ദവ ദർശനത്തിനെതിരായിരുന്നു, ക്രൈസ്തവ ദർശനങ്ങളിൽ ഇല്ലാത്ത ഒരു മൊറാലിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ പുൽകിയത് എന്ന് പറയുന്ന ആരെങ്കിലും കണ്ടാൽ ഒന്ന് നിങ്ങൾ എനിക്കും കൂടെ പരിചയപ്പെടുത്തിയേക്കണേ. നന്ദി. ശ്രീഷ്, അതെ, അസ്സലായി നമ്മളും വാ അലക്കാം. വാ ആലോചിക്കാം, അസ്സലായി അലക്കാം. അല്ല ബുഹാരി, ഇവിടെ ഒരു വിഷയമുണ്ട് കേട്ടോ. അരയിലല്ല കേട്ടോ, ഇരുമ്പ് ചട്ടി ഇട്ടിട്ടാണ് പൊട്ടിത്തെറിക്കേണ്ടത്. ഇരുമ്പ് ചട്ടിയിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ഇവനെ എത്രമാത്രം തെറിപ്പിച്ചാലും സൂക്ഷ്മമായി അരിയിൽ പേരെഴുതിക്കൊണ്ടിരിക്കുന്ന പടച്ചൂൻ അവന്റെ സുന പൊട്ടിക്കാതെ സുന്ദരമായിട്ട് അവനെ അവിടെ ഹൂറികളുടെ അടുത്ത് എത്തിക്കുന്നില്ലേ? അത് പടച്ചൂന്റെ കഴിവാണ്, പടച്ചൂന്റെ കാരുണ്യമാണ്, അദൃശ്യജ്ഞാനമാണ്. നമ്മളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം നിൽക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സമയമേറെ വൈകിയാണ് ലൈവ് തുടങ്ങിയത്. നമുക്കിനി പുതിയൊരു ലൈവിൽ നാളെ കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭരാത്രി. ഖദീജ, ഗുഡ് നൈറ്റ്. ഓക്കെ.